ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവസ്നേഹത്തിന്റെ വലിയ ആഘോഷത്തിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് ഈ ആഴ്ച നമ്മൾ മാറ്റിവെച്ചിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ വലിയ ആഘോഷത്തിനായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവസ്നേഹത്തിന്റെ വലിയ ആഘോഷത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, പാപികളെങ്കിലും പരിശുദ്ധരാകുവാൻ ഏറ്റവും ആഗ്രഹിക്കുന്നവരാണ് നിന്റെ മക്കൾ. അമ്മേ, വീണുപോയവരെങ്കിലും എഴുന്നേൽക്കുവാൻ ഏറെ കൊതിക്കുന്ന നിന്റെ ഈ മക്കളെ നിന്റെ തിരുക്കുമാരന്റെ വലിയ സ്നേഹത്തിലേക്ക് നീ ചേർത്തു നിർത്തണമേ. ഓ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ അമ്മേ ആഴപ്പെടുത്തണമേ. ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുമ്പോഴും ഹൃദയത്തിന്റെ ആഴത്തിൽ അനുഭവപ്പെടുന്ന വിശ്വാസക്കുറവിനെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസം കൊണ്ട് അങ്ങ് പരിഹരിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം തിരുവചനം, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ള എന്നെയും നിന്നെയും അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ള എന്നെയും നിന്നെയും അവൻ നിത്യതയോളം സ്നേഹിച്ചു. ജീവൻ നൽകാൻ മാത്രം സ്നേഹിച്ചു. ജീവൻ നൽകിയിട്ടും കൂടെ വസിക്കുവാൻ മാത്രം സ്നേഹിച്ചു. എന്നും കൂട്ടായിരിക്കുവാൻ സ്നേഹിച്ചു. കാരണം 1 യോഹന്നാൻ 4:8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ ദൈവം സ്നേഹമാണ്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നല്ല ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിന്റെ എല്ലാ ബലഹീനതകളോടും കുറവുകളോടും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഈ നിമിഷം അങ്ങ് ഹൃദയത്തെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പാവമേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം ആവോളം ആസ്വദിക്കുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും അങ്ങ് സ്പർശിക്കണമേ, അങ്ങ് തൊടണമേ, അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഓ നാഥ, താബോർ മലയിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹത്വം മുഴുവൻ വെളിപ്പെടുത്തിയ അങ്ങയുടെ ആ വലിയ സ്നേഹത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. നമുക്കൊരു നിമിഷം ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൂരെ താബോർ മാമലയിൽ ആകാശമേഘങ്ങൾക്കിടയിൽ രൂപാന്തരപ്പെട്ട നാഥ, ആരാധന 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 ആരാധന. ദൂരെ താബോർ മാമലയിൽ
ഓർമ്മമലയിൽ ആകാശമേഘങ്ങൾക്കിടയിൽ രൂപാന്തരപ്പെട്ട നാഥ, ആരാധന 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 സഭാപിതാവായ വിശുദ്ധ അഗസ്ത്യൻ പഠിപ്പിക്കുന്നു, ദൈവം സർവശക്തനെങ്കിലും വിശുദ്ധ കുർബാനയേക്കാൾ വലിയ ഒരു ശക്തി അവിടുത്തേക്ക് കാണിക്കുവാനില്ല. ദൈവം സർവജ്ഞനെങ്കിലും വിശുദ്ധ കുർബാനയേക്കാൾ വലിയ ഒരു ജ്ഞാനം അവിടുത്തേക്ക് വെളിപ്പെടുത്താനില്ല. ദൈവം സർവസമ്പന്നനെങ്കിലും വിശുദ്ധ കുർബാനയേക്കാൾ വലിയ ഒരു സമ്പത്ത് മനുഷ്യർക്ക് നൽകുവാനായി അവിടുത്തേക്കില്ല. റോമാലേഖനം 11 അധ്യായം 33 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങള്, ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും അറിവിന്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സറിഞ്ഞതാര്? തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തവനാര്? എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സറിഞ്ഞതാര്? എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സറിഞ്ഞതാര്? എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ എന്നും വസിക്കുന്ന നല്ല തമ്പുരാന്റെ മനസ്സറിഞ്ഞതാര്? എനിക്കും നിനക്കും ജീവൻ നൽകുവാനായി മരണം വരിക്കുവാൻ തയ്യാറായ നല്ല ഇടയന്റെ മനസ്സറിഞ്ഞതാര്? ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ കുഞ്ഞാടായി തീർന്ന വലിയ ഇടയന്റെ ഹൃദയമറിഞ്ഞതാര്? തള്ളിപ്പറയപ്പെട്ടപ്പോഴും തിരിഞ്ഞു നോക്കുവാനും മാത്രം സ്നേഹിച്ച പരിശുദ്ധ സ്നേഹത്തിന്റെ വിലയറിഞ്ഞതാര്? ഒറ്റുകൊടുത്തവനെ പോലും സ്നേഹിത എന്ന് ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹത്തോടെ വിളിക്കുവാനും മാത്രം പരിശുദ്ധമായ സ്നേഹത്തോടെ തന്റെ ശിഷ്യനെ സ്നേഹിച്ച വലിയ സുഹൃത്തിന്റെ മനസ്സറിഞ്ഞതാര്? ഓ, പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ യേശുവേ, അങ്ങേക്ക് ആരാധനയല്ലാതെ മറ്റെന്താണ് ഞങ്ങൾക്ക് അർപ്പിക്കുവാനുള്ളത്? പരിശുദ്ധ കുർബാനയുടെ വലിയ രഹസ്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട് നാഥ ആരാധിക്കുന്നു. കർത്താവെ, ലോകം മുഴുവനുമുള്ള എല്ലാ മാനവ മക്കളെയും ചേർത്ത് വെച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. ജീവിതത്തിൽ സ്നേഹിക്കുവാൻ ആരുമില്ല, സ്നേഹിക്കപ്പെടുന്നില്ല എന്ന തോന്നലുമായി ഏറെ വേദനിക്കുന്ന മക്കൾക്ക് ആശ്വാസം പകരുന്നതിനായിട്ട്, ഓ ദൈവമേ, അങ്ങ് പരിശുദ്ധ കുർബാനയിലെ കൂടെ വസിക്കുന്നുണ്ടല്ലോ. അങ്ങേക്ക് ആരാധന. ആരും മനസ്സിലാക്കാനില്ല, ആരും ആശ്വസിപ്പിക്കാനില്ല എന്ന് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന് കേടുന്ന എല്ലാ മക്കളെയും തന്നോട് ചേർത്ത് പിടിച്ചു നിർത്തി കർത്താവെ ആശ്വസിപ്പിക്കുവാനും സ്നേഹിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും മാത്രം സ്നേഹിക്കുന്ന അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. ലോകം മുഴുവനോടും ചേർന്ന് ഞങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് എല്ലാ മാനവ മക്കളുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ സമർപ്പിച്ച് കർത്താവെ, സ്നേഹത്തിന് വേണ്ടിയുള്ള മനുഷ്യ മക്കളുടെ ആഗ്രഹത്തെ സമർപ്പിച്ച് അതിനു വേണ്ടിയുള്ള അവരുടെ കൊതിയെ സമർപ്പിച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ലോകം മുഴുവനുള്ള എല്ലാ മാനവ മക്കളുടെയും ഹൃദയത്തില് ദൈവ സ്നേഹത്തിന്റെ വലിയ അനുഭവം നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്വതന്ത്രമായി നിന്റെ തേജോമയമേ രൂപം ഈ ഹൃദയങ്ങളിലെന്നും നിന്റെ തേജോമയമേ രൂപം ഈ ഹൃദയങ്ങളിലെന്നും നിറച്ചാരാധിക്കാൻ വിളിച്ചാരാധിക്കാൻ എന്റെ നാഥാ നിൽക്കണമേ. നിറച്ചാരാധിക്കാൻ വിളിച്ചാരാധിക്കാൻ
എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ തന്നെ എന്റെ ആടുകളെ മേയ്ക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ അന്വേഷിക്കും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. തളർന്നതിനെ ഞാൻ ശക്തിപ്പെടുത്തും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. ശക്തിയുള്ളതിനെയും കൊഴുത്തതിനെയും ഞാൻ തന്നെ പോറ്റും. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ നിന്റെ ജീവിതത്തില് വഴിതെറ്റിപ്പോയവനാണെങ്കിൽ, വഴിതെറ്റിപ്പോയവളാണെങ്കിൽ, ഇതാ നിന്റെ ദൈവം നിന്നെ വിളിക്കുന്നു. വഴിതെറ്റിപ്പോയ നിന്നെ അന്വേഷിച്ച് നിന്റെ ദൈവം ഇതാ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. നീ നിന്റെ ജീവിതത്തിന്റെ മേഖലകളില് നിന്റെ ദൈവത്തിൽ നിന്ന് ഏറെ അകലെയാണെങ്കിലും നിന്നെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി തന്റെ ഹൃദയം മുഴുവൻ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി ഹൃദയത്തിന്റെ ചുടുചോര മുഴുവൻ ഒഴുകിയിറങ്ങത്തക്ക വിധം നിന്നെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവം നിന്നെ വിളിക്കുന്നു. നീ വഴിതെറ്റിപ്പോയവനാണെങ്കിലും, നീ നഷ്ടപ്പെട്ടവനാണെങ്കിലും, നീ നിന്റെ ജീവിതത്തിൽ ഏറെ ബലഹീനനാണെങ്കിലും, നീ തളർന്നു പോയവനാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്ത് വസിക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം ജീവിതത്തിന്റെ ഏത് അവസ്ഥയിൽ തകർന്നു പോയാലും, എന്റെ ജീവിതത്തിന്റെ തകർന്ന അവസ്ഥകളിൽ നിന്നെല്ലാം എന്നെ പടുത്തുയർത്തുവാൻ കഴിയുന്ന, അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന വിധം ഇത്ര വലിയ ഒരു സ്നേഹമായ ഒരു ദൈവം വേറെ ഏത് ജനതയ്ക്കാണുള്ളത്? എന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ നിന്ന് ഞാൻ വിളിച്ചാലും, എന്റെ ജീവിതത്തിന്റെ ഏത് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് ഞാൻ വിളിച്ചാലും, എന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ മേഖലകളിൽ നിന്ന് ഞാൻ വിളിച്ചാലും, എന്നോട് കരുണ കാണിച്ചുകൊണ്ട്, മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ഏത് അവസ്ഥയിലാണെങ്കിലും, നിന്റെ ജീവിതത്തിന്റെ ഏത് ബലഹീനതകളിലാണെങ്കിലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വരുവാൻ മാത്രം, നിന്റെ അടുത്തേക്ക് വരുവാൻ മാത്രം ഇത്രമാത്രം സ്നേഹിക്കുന്ന വേറെ ഏത് ദൈവമാണുള്ളത്? ഓ എന്റെ യേശുവേ, ഈ വലിയ സ്നേഹത്തിന് മുൻപിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് വീണ്ടും വീണ്ടും ആരാധന, ആരാധന എന്നേറ്റുപാടുവാൻ മാത്രം അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ ഏതു തന്നെ ആയാലും അതെല്ലാം തമ്പുരാന്റെ മുമ്പിലേക്ക് എടുത്തുയർത്തിക്കൊണ്ട് നമുക്ക് ഒന്നുകൂടി പാടി പ്രാർത്ഥിക്കാം. ഞങ്ങളേതേതിടങ്ങളിലായാലും, ഞങ്ങളേതവസ്ഥയിലായാലും നിന്നെ കൺമുമ്പിൽ കണ്ടുകൊണ്ടാരാധിക്കാൻ, നിന്നിൽ ചേർന്നു നിന്നു കൊണ്ടാരാധിക്കാൻ, എന്നിൽ നാഥ നീ വസിക്കാൻ. ഒരു താബോർ മാമലയിൽ ആകാശമേഘങ്ങൾക്കിടയിൽ രൂപാന്തരപ്പെട്ട നാഥ, ആരാധന, 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 താബോർ മാമലയിൽ ആകാശമേഘങ്ങൾക്കിടയിൽ രൂപാന്തരപ്പെട്ട നാഥ, ആരാധന,
34 സങ്കീർത്തനം 5 തിരുവചനം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അവിടുത്തെ നോക്കാനായിട്ട് എൻ്റെ ദൈവം എന്നെ വിളിക്കുന്ന നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. മകനെ, മകളെ, നിന്റെ ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയിൽ നിന്ന് നീ ഒന്ന് നോക്ക്. നിന്റെ ജീവിതത്തിൻ്റെ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളിൽ നിന്ന് നീ ഒന്ന് നോക്ക്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരാകും. നിന്റെ ജീവിതത്തിന് അർത്ഥമില്ലേ? അവിടുത്തെ നോക്ക്. നിന്റെ ജീവിതത്തിന് അസ്വസ്ഥതയാണോ? അവിടുത്തെ നോക്ക്. അവിടുന്ന് നൽകുന്ന ഉത്തരം കൊണ്ട്, അവിടുന്ന് നൽകുന്ന അർത്ഥം കൊണ്ട്, അവിടുന്ന് നൽകുന്ന പരിഹാരം കൊണ്ട് നിന്റെ ജീവിതം പ്രകാശിതമാകും. ഓ യേശുവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ വലിയ ഭാവങ്ങളെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹം അറിയാത്ത ഒരു മനുഷ്യ വ്യക്തി പോലും ഈ ലോകത്തിൽ ഉണ്ടാകരുതേ എന്ന വലിയ ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്നു. യേശുവേ, എല്ലാ മനുഷ്യ മക്കളുടെയും ഹൃദയത്തെ അങ്ങയുടെ വലിയ സ്നേഹം കൊണ്ട് തൊടണമേ. ഓ യേശുവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിന്റെ അനുഭവം കൊണ്ട് എല്ലാ മനുഷ്യ മക്കളുടെയും ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. കർത്താവെ, സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണല്ലോ അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത്. പിതാവ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാനായിട്ടാണല്ലോ അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത്. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങളോട് പറയുവാനായിട്ടാണല്ലോ വിശുദ്ധ കുർബാനയിൽ അങ്ങ് ഞങ്ങളോടൊത്ത് വസിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന കർത്താവിനെ ആരാധന, ആരാധന എന്ന് പാടി അവിടുത്തെ ആരാധിക്കാം. ആരാധന